നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ സമയം ആരായാലും അഭിനയിക്കാൻ വിധിക്കപ്പെട്ടവരാവും. അത് എന്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചെന്ന് നിങ്ങൾ അറിയണം. ശബ്ദിക്കാനുള്ള അർഹത പോലും നിനക്കില്ലടാ ചതിയ. എന്റെ മകൾ തളർന്നു കിടക്കാൻ കാരണക്കാര് നിങ്ങൾ രണ്ടുപേരുവാ. അവളുടെ ജീവിതം തല്ലി തകർത്തത് നിങ്ങളാ. നിനക്ക് ഇപ്പോഴും എന്നെ അങ്ങനെ വിളിക്കാൻ എങ്ങനെ തോന്നുന്നു? ഇവൻ കെട്ടിയ താലി നീ കഴുത്തിൽ അണിഞ്ഞല്ലേ നീ എന്റെ മോളെ ചതിച്ചത്. എന്റെ മോൾക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. നിന്നെ മനസ്സിലാക്കിയത് കാഞ്ചന മാത്രോ? നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവൾ ഒഴിഞ്ഞു തരുമായിരുന്നില്ലേ? അവളുടെ മനസ്സ് നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ട് നീ അവളെ വിഡ്ഢിയാക്കി. ചേച്ചി അദ്ദേഹമായിട്ട് ഒന്നിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ താലി ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. മനസ്സുകൊണ്ട് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി കണ്ടിട്ടില്ല. ഇവരുടെ വിവാഹം കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് പോവാനിരിക്കാൻ ഞാൻ. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണോ അല്ലേ? ചേച്ചി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാ ചേച്ചി സ്നേഹിക്കുന്നത് ആരാണെന്ന് ഞാൻ അറിയുന്നത്. പലതവണ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാൻ നോക്കിയതാ. എന്റെ ചേച്ചിയെ ചതിക്കണമെന്ന് ഒരു ഉദ്ദേശം എനിക്കില്ല. എന്റെ ഭക്തന്മാരാണെന്ന് ചേച്ചി ചോദിച്ച എനിക്ക് എന്ത് മറുപടി പറയാനുണ്ടാവും? ഈ മനുഷ്യനെ എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അറിഞ്ഞ ചേച്ചി സന്തോഷത്തോടെ എന്റെ കൈ പിടിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന എനിക്കറിയാം. അത് പേടിച്ച് ഞാൻ പറയാതിരുന്നത്. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് ഇദ്ദേഹത്തെ ഭർത്താവായി കാണാൻ കഴിയില്ല. അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്ക. ഞാൻ എന്റെ ചേച്ചിയെ ചതിച്ചിട്ടില്ല. എന്റെ പെരുവണ്ണാപുരത്തെ അമ്മയാണ് സത്യം. ഞാൻ ഈ മനുഷ്യനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. എന്റെ ചേച്ചിയുടെ ആളായിട്ട് ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചേച്ചി വിവരം അറിയില്ലേ അച്ഛ? അങ്കിൾ ആ നാട്ടിൽ പോയി അന്വേഷിച്ചതല്ലേ? അവിടെയുള്ള ആരും എന്നെ കുറ്റം പറയില്ല. ഒരു നീചന്റെ കയ്യിൽ നിന്ന് ഒരു പാപ പെൺകുട്ടിയെ രക്ഷിക്കാൻ കൂട്ടു നിൽക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി വഴിയാത്താരമാക്കിയിട്ടാണോടാ വേറൊരു പെണ്ണിനെ രക്ഷിക്കുന്നേ? ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിട്ട് മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ മോതിരം ഇട്ടവനല്ലേടാ നീ. ഈ ചതിക്ക് നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരില്ല. എന്റെ മോളുടെ 2 കാലും മുറിച്ച് നീക്കണമെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ഈ വിവരം എന്റെ മോളോട് പറയാതിരിക്കാനാവില്ല. അവളുടെ മനസ്സിൽ പോലും ഇനി നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവാനും പാടില്ല. അത്രയ്ക്ക് നിങ്ങളെ അവള് വെറുക്കണം. ചേച്ചി പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാനിത് എന്റെ മോളോട് പറയുക തന്നെ ചെയ്യും. എന്റെ മോളെ ഇത്രയും കാലം ചതിച്ചതിന് നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ടെങ്കിൽ അവളോട് മാപ്പ് പറയാൻ നീയൊക്കെ ജീവനോടെ ഉണ്ടാകും. വന്ന് നിൽക്കണം അവളുടെ മുന്നിൽ. ലക്ഷ്മി, തൊട്ടുപോകരുതന്നെ. ഇവിടുന്ന് പോയെന്നെ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് നിങ്ങൾ എന്താ ഓർക്കാത്തെ? എനിക്ക് ആരെയും കാണണ്ട. ഇവിടുന്ന് പോവാനാ പറഞ്ഞ. പോവാൻ
മകളെ, എന്തിനു നീ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചു? നിന്നെ പോലെ സ്നേഹിക്കാൻ മാത്രം കഴിയുന്നവരാ മറ്റുള്ളവരെന്ന് ചിന്തിച്ചു പോയതാ മോളെ നിനക്ക് പറ്റിയ തെറ്റ്. അങ്കിൾ, എന്തിനാ നീ എന്റെ മുന്നിലേക്ക് വന്നത്? അങ്കിൾ, അങ്കിൾ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സൊന്ന് കാണിക്കേ. എന്നിട്ട് അങ്കിൾ എന്നെ ശിക്ഷിച്ചോ? നിന്നെ ഞാനെന്തിനു ശിക്ഷിക്കണം? അതിന് നീ എനിക്ക് ആരാ? ഒരു കുടുംബം തകർത്ത ഒരു തന്തയുടെ മോനല്ലേടാ നീ. എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള അർഹത പോലും ഇല്ലാത്തവനാ നീ. അങ്കിളിന് എന്ത് വേണമെങ്കിലും എന്നെ പറയാം. ഞാൻ പറഞ്ഞു തുടങ്ങിയാലേ നിനക്ക് ഉത്തരം മുട്ടും. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ ഒരു താലികെട്ട് നടത്തിയെന്നല്ലേ നീ ആവർത്തിക്കാൻ പോകുന്നത്? ഒരു താലികെട്ട് മാത്രമായിട്ടാണോ നീ അവളെയും കൊണ്ട് പലതവണ ആ നാട്ടിലേക്ക് പോയത്? നിന്നെ അറിയാത്ത ഒരു കുഞ്ഞു പോലും ആ നാട്ടിലില്ല. അവളുടെ വീട്ടിൽ പോയിട്ട് പലതവണ ഉണ്ട് ഉറങ്ങിയവനല്ലേടാ നീ. അവളുടെ ബന്ധുക്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ വന്ന് താമസിച്ചു പോയത്? എന്താടാ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാതെ പോയത്? അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് ദേവി എനിക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാമോ? നിന്റെയും അവളുടെയും കല്യാണത്തിന് വെച്ച ഫ്ലെക്സ് ദേവി എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കല്ലായിരുന്നോടാ നീ? അവളുമായി ഞാൻ അവിടെ പോയിട്ടില്ല. പക്ഷെ അവൾ നാട്ടിലുള്ളപ്പോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവൾ വിശ്വസിക്കുന്ന ദേവിയായിരിക്കും എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. കള്ളി വെളിച്ചത്താവൂന്ന് ഭയന്ന് നീ വിവാഹ ആൽബം തേടി അവിടെ പോയില്ലേ? പോയിരുന്നു. ഒരു കുടുംബം ഞാൻ കാരണം തകരാതിരിക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് ആൽബം വരുത്തി വെച്ച വിധിയല്ലടാ എന്റെ മോൾ അനുഭവിക്കുന്നത്. ഒരു മാംസപിണ്ഡമായിട്ട് കിടക്കാൻ പോവാ എന്റെ മോള്. ഈ ജന്മം ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. കടന്നു പോടാ എന്റെ മുന്നിൽ നിന്ന്. ഞാൻ സ്വാതിയെ ചതച്ചിട്ടില്ല. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഞാൻ ചെയ്തു പോയ തെറ്റിന് അങ്കിള് പൊറുക്കണം. ഇറങ്ങി പോടാ. നിന്നോട് പോകാനല്ലേ പറഞ്ഞേ? അങ്കിൾ ഞാൻ പറഞ്ഞോട്ടെ അങ്കിൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.